നമുക്കറിയാം, കോർപ്പറേറ്റ് ഏജൻസി നടത്തിയ പരീക്ഷയിൽ തലശ്ശേരിയിലുള്ള ഏതാണ്ട് 200-ലധികം സ്കൂളുകളിൽ 2ാം സ്ഥാനം നമുക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് ഈ സ്കൂളിന്റെ ഒരു മികവിനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ വിവിധ അവസരങ്ങളിൽ കഴിഞ്ഞ ദിവസം കോർപ്പറേറ്റ് മാനേജർ ഇവിടെ വരികയുണ്ടായി. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഞാൻ കോർപ്പറേറ്റ് മാനേജറുമായി സംസാരിച്ചു, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഏറ്റവും നല്ല സ്പോർട്സ് സ്കൂളിനുള്ള അവാർഡ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? അപ്പോൾ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സ്കൂളിൽ ലഭിച്ചിട്ടുള്ളതാണ് ഈ അവാർഡ്. അപ്പോൾ മറ്റു സ്കൂളുകൾ കൂടുതൽ മികവുറ്റതാകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഏതാണ്ട് തുല്യ മാനദണ്ഡത്തോടെ പോകുമ്പോൾ അവാർഡുകൾ മറ്റ് സ്കൂളുകൾക്ക് നൽകാനായിട്ട് ഇടയായത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഈ വർഷത്തെ കാര്യം ഞാൻ ചോദിക്കാം, കാലാകാലം ഞാൻ മനസ്സിലാക്കിയപ്പോൾ കാലാകാലങ്ങളുടെ വിവിധ ഹെഡ് മാസ്റ്റേഴ്സ്, ഹെഡ് മിസ്റ്റർമാര് അവരുടെ പരമാവധി ഔട്ട്പുട്ട് ഇതിനകത്ത് നൽകുകയും ത്യാഗങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടവക സമൂഹമാണെങ്കിലും ഈ ഇടവകയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ്. അവരെല്ലാ ഒരു കാര്യങ്ങളിലും കുറവ് വരുത്താതെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ പോരായ്മകളെയൊക്കെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈപ്പിളിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയും നമ്മളെ വളരെയധികം വിവരിക്കുകയും നമുക്കുള്ള ന്യൂനതയായ ടോയ്ലറ്റ് സൗകര്യങ്ങൾ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളോടെ, നൂതനമായ സൗകര്യങ്ങളോടുകൂടി ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഈ രീതിയിൽ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 വർഷമായി നിരീക്ഷിക്കുമ്പോൾ വളരെ മനോഹരമായി പോകുമ്പോൾ ഒത്തിരിയേറെ പേരുമായി കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും കഠിനാധ്വാനത്തിന്റെ പിന്നിലുണ്ട്. കുട്ടികളുടെ നിലവാരങ്ങളുടെ പഠന നിലവാരത്തിലും അതിന്റെ കലാകായിക നിലവാരങ്ങളിലുമൊക്കെ മറ്റേത് സ്കൂളിനേക്കാളും ഒന്നും കൂടെ മികച്ചതായി മുന്നോട്ട് പോകാനായി സാധിക്കുന്നുവെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗുര്യാസിനൊക്കെ അങ്ങാടിക്കട ഇടവകക്കാരാണ്. ഇവിടെ നമ്മൾ പറഞ്ഞാൽ സത്യമാണെങ്കിലും അത് പറഞ്ഞാൽ അവർ ഇഷ്ടപ്പെടുകയില്ല. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, 4ാം ക്ലാസ്സിന് ശേഷം അങ്ങാടിക്കട സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികളുടെ ഒരു സാഗരമാണ് അവിടെ. നമുക്കറിയാം, അവിടെ കുട്ടികളെ വേണ്ട വിധത്തില് ഈ ഒരു സ്കൂളിൽ ശ്രദ്ധിക്കുന്നത് പോലെ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടാകാം പിന്നീട് ഉള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ 6ലോ 7ലോ ഒക്കെ എത്തുമ്പോഴേക്കും കുട്ടികൾ പല കാര്യങ്ങളിലും വായനയിലാണെങ്കിലും പല കാര്യങ്ങളിലും മറന്നുപോയി എന്ന് നമുക്ക് തോന്നാറുമുണ്ട്. ഈ രീതിയിൽ നമ്മുടെ സ്കൂൾ ഏറ്റവും മികച്ചതാണെന്ന് അഭിമാനത്തോടെ പറയുകയും എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വാർഷിക ആഘോഷങ്ങളുടെ എല്ലാം ഏറ്റവും മനോഹരവും സുന്ദരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായി നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ടും മാനേജർ നിലയിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ നിർത്തുകയും അതുപോലെ തന്നെ ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് അയ്യകുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുര്യാച്ചൻ പൈപ്പിളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു.